எல்லாரையும் கடிச்சு கொதற ஒரு ஹண்டிங் டாக் வரணும். എങ്ങനെ? அப்படி யாரா இருக்கா? இருந்தாரு. ആര്? இந்தியன் தாத்தா. അവർ തിരുമ്പി വരണം. അതൊരു പട് കേവിയല്ലേ, അതിനെ കൊണ്ട് തിരിച്ചടിക്കാൻ പറ്റുമോ? ഞങ്ങൾ ആരംഭിക്കുന്നു, നിങ്ങൾ അനുഭവിച്ചാലും. ഒരു ചപ്പടാച്ചി വിഗും കുറച്ച മേക്കപ്പ് വെച്ച് ഇതായിരിക്കണം സാധനം. கோப்பு. ഇതെന്താ ഇത് കടിക്കൂ? ഇതിനെ കണ്ടാലേ പേടിയാവുള്ളൂ. ഇത് ആരിത്? ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അത് ശരി, ചത്തില്ലായിരുന്നോ? താത്ത വന്ന് മല്ലയുടെ മുതുകുമ്പുറ നോക്കിയിട്ട് ഒരു ഒറ്റ മർമ്മം കിട്ടും. ആദ്യത്തെ മർമ്മം പതിവൃതയ മർമ്മം. ആ മർമ്മം ഇട്ട ആണ് പെണ്ണാവും അത്രേ. ബൈ ദ വൈ മർമ്മം ഇട്ട സ്വഭാവം മാറണമെന്നൊക്കെ എവിടെ നിന്നാ ലിപ്സ്റ്റിക്കും കൺമഷിക്കും വന്നത്? അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. നമ്മുടെ നെടുമുടി വേണുവിന് ഒരു ഉറക്കമർമ്മം കണ്ട് ഇട്ടിട്ട് പോകും. ഉറങ്ങാനൊക്കെ ആരാ മർമ്മം കണ്ടുപിടിച്ചത്? ചോദ്യം ചോദിച്ച ഒറ്റ തൊഴി വെച്ച് തരും. ഇവര് നല്ല ബുദ്ധിയായിരുന്നു സാറേ. ഈയിടെയായിട്ട് എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. ഇന്നത്തെ വന്ന് കുതിരമർമ്മം കണ്ടിടും. ആ കുതിരമർമ്മം ഇട്ട ആൾക്കാരൊക്കെ കുതിരേനെ പോലെ ഓടാൻ നടന്നു. ചൂടും. ഇത് കഴിഞ്ഞ് നമ്മുടെ താത്ത നേരെ നാസയിൽ പോയിട്ട് എയറിൽ നിൽക്കുന്ന ഒരുത്തിന് തുപ്പല് മർമ്മം ഇട്ട് കൊല്ലും. എന്തോന്ന് തുപ്പൽ മർമ്മം എന്താന്ന് പറഞ്ഞാൽ ആളെ മർമ്മം ഇട്ടാ പിന്നെ അയാൾ തുപ്പല് തുപ്പിക്കൊണ്ടേയിരിക്കും. എന്തായാലും നല്ല ക്രിയേറ്റീവ് ഐഡിയ. ഐഡിയ ഒക്കെ എന്റെ തന്നെയാ. എന്നായാലും സംഭവം നല്ല ഉഷാറായിട്ടുണ്ട്. നീ ഇത്രല്ലേ കണ്ടുള്ളൂ? അങ്ങോട്ട് നോക്കിയേ. ഞാനിതെന്ത് കാഴ്ചയാ കാണുന്നത്? ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഒരുപാട് ആളുകളുണ്ടല്ലോ. ഇയാൾ തല്ലി വീഴ്ത്തുവോ? ചിലപ്പോ നല്ലൊരു അടി കാണാം. ഇത് മസിലൊന്നല്ല, മുഴുവൻ നീര. അടിക്കാൻ വന്ന റൗഡികളിൽ കുറെ മിന്നാമിനിങ്ങിന് ഉണ്ടായതാണെന്ന് തോന്നുന്നുണ്ട്. മിന്നാമിനിങ്ങിന് ഇത്രയും വേട്ടോ? ചിലപ്പോ അത് ഫാമിലി ആയിട്ട് വന്നിട്ടായിരിക്കും. അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ക്രിസ്മസ് ട്രീയിൽ ഇട്ടുണ്ടായിരുന്ന ഇലുമിനേഷൻ ലൈറ്റ് മെഴുങ്ങിയവര് അടി കൊള്ളുമ്പോ കടന്ന് കത്തും. എന്താണ് ഇത്? നിന്റെ അമ്മൂമ്മയുടെ പിന്നാലെ ഒരു ഓളമായിക്കോട്ടെ എന്ന് കരുതി. കൊള്ളാം, നന്നായിട്ടുണ്ട്, നല്ല കോൺസെപ്റ്റ്. മൂപ്പരെല്ലാത്തിനും അടിച്ച അവസാനം കുതിരമാർമ്മ ഇട്ട് അങ്ങോട്ട് ഓട്ടി. ഭയങ്കരം തന്നെ. അങ്ങനെ താത്ത ഓടി 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 ഒരു 4 കൂടി ജംഗ്ഷൻ എത്തി വന്നപ്പോ നാട്ടുകാർ മുഴുവൻ മൂപ്പരെ വളഞ്ഞിട്ട് CJ കല്ലും കോലൊക്കെ എടുത്ത് എറിയും. ആരും അതിന്റെ ഇടയിൽ പഴുത്ത് വാങ്ങിയൊക്കെ എടുത്ത് എറിയും. ഒരു ഗുണ്ടെ തല്ലുന്നതിനൊക്കെ ഒരു അതിരുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ലേ കടിച്ചു പറിക്കണത്. ഇങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് പോണ വഴി താത്ത ഒരു ചപ്പാത്തിക്കോല് വെച്ച് നമ്മുടെ ഇന്റർനാഷണൽ കോപ്പിനെ മുതുകം പുറം നോക്കി ഒന്ന് പൊളിക്കും. അപ്പൊ ഈ പടം കണ്ടോണ്ടിരിക്കണവരുടെ അവസ്ഥയാവും മൂപ്പർക്ക്. അവസാനം തളർവാദം പിടിച്ചു കിടക്കണ ഈ ഇന്റർനാഷണൽ കോപ്പിനെയും കൊണ്ട് ഇന്ത്യൻ താത്ത ആംബുലൻസിൽ കയറി പോണത് കാണിക്കുമ്പോൾ പാഠം അവസാനിച്ചത്രേ. ബാക്കി ഇന്ത്യൻ 3 പറയാം. ഇനി ഇന്ത്യൻ 3 എന്താണാവോ ഇതിലും വലുത് പണി വെച്ചിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും ഞാൻ തളരില്ല. അധികം താമസിയാതെ ഞാൻ ഈ സിനിമാ ലോകം പിടിച്ചടക്കി ഒരു രാജാവായിട്ട് മല്ലയാ, ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ.